ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ് കാലത്തിലെ 1-ാം ഞായർ. ഇന്ന് തുടങ്ങി നമ്മൾ എണ്ണിയാൽ പെസഹ വ്യാഴാഴ്ച 40 ദിവസമാകും. 40 ദിവസത്തെ ഉപവാസത്തിലൂടെ നമ്മുടെ ആരാധനാക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ദിനങ്ങളിലേക്ക്, ഈശോയുടെ മരണവും ഉത്ഥാനവും കൊണ്ടാടുന്ന ആ 3 ദിനങ്ങളിലേക്ക്, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, വലിയ ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഉത്ഥാന ഞായറാഴ്ച, നമ്മൾ ആ ദിനങ്ങൾക്ക് ഒരുക്കമായിട്ട് ഈശോയോടൊത്ത് പാപത്തിന് മരിച്ച് ദൈവത്തിനായി ഉയർക്കാൻ, ദൈവത്തിനായി ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി കൽപ്പിച്ചു നൽകുന്ന, തിരുസഭ കൽപ്പിച്ചു നൽകുന്ന കാലഘട്ടമാണ് ഈ തപസ് കാലം. ഈ തപസ് കാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നത് ഈശോ തന്നെയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിന്റെ ജ്ഞാനസ്നാന അനുഭവത്തില് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി, ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞു, പിതാവിന്റെ സ്വരം കേട്ടു, നീ എന്റെ പ്രിയ മകൻ, നിന്നിൽ ഞാൻ സംപ്രീതനാണ്. ആ സ്വരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധാത്മാവിനാൽ തന്നെ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നത് തനിക്ക് ജ്ഞാനസ്നാന അനുഭവത്തിലുണ്ടായ കാര്യത്തെ, ആ അനുഭവത്തെ ഒന്ന് അയവിറക്കാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നയിക്കപ്പെടുന്ന, ദൈവത്തിന്റെ സ്വരം നിരന്തരം കേൾക്കുന്ന, ആ സ്വരത്തിന്റെ വെളിച്ചത്തിൽ താൻ ആരാണ്, താൻ എന്തിനാണ്, താൻ എവിടേക്കാണ്, എങ്ങനെയാണ് എന്ന് ബോധപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആ മരുഭൂമിയിൽ കർത്താവ് ഉപവസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവസ്വരം ശ്രവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അതിന്റെ സമാപനമായി സാത്താൻ തന്നെ വന്ന കർത്താവിന് പരീക്ഷയിടുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അത് ആ 3 പരീക്ഷകൾ മനുഷ്യവർഗത്തിന് മുഴുവനും എപ്പോഴും വരുന്ന 3 പരീക്ഷകളാണ്. ഈശോയുടെ ജീവിതത്തിൽ തന്നെയും മരണം വരെയും കർത്താവിന് വന്ന 3 പരീക്ഷകളാണ് ആ 3 പ്രത്യേകിച്ചുള്ള രംഗങ്ങളായിട്ട് അവിടെ അവതരിപ്പിക്കുക. അതിൽ ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത്, കർത്താവിന് വിശന്നപ്പോൾ വിശപ്പ് തീർക്കാൻ തന്റെ കഴിവിനെ ഉപയോഗിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. ഈശോ പറയുന്നത്, എന്റെ കഴിവ് എനിക്ക് വേണ്ടിയല്ല, എന്റെ വിശപ്പ് തീർക്കാനല്ല. ദൈവം എനിക്ക് കഴിവ് തന്നത് അവിടുത്തെ ഇഷ്ടം നിറവേറ്റാനും, അവിടുത്തെ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാനായിട്ട് ദൈവം എന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എനിക്ക് ആ കഴിവ് തന്നത് എന്ന് പറയാം. വചനം ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് സാത്താന്റെ ആ പരീക്ഷയെ അതിജീവിച്ചു, അല്ലെങ്കിൽ സാത്താനെ തോൽപ്പിച്ചു. നമുക്കറിയാമല്ലോ, ദൈവവചനത്തെ ഒരു വാളായിട്ടാണ് അവതരിപ്പിക്കുക ബൈബിള്. സാത്താന് ഒരു വിധത്തിൽ തകർക്കുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന വാള്. രണ്ടാമത്തെ പരീക്ഷ, നമ്മൾ അവിടെ കർത്താവിനെ ലോകത്തിലെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ നിനക്കിതെല്ലാം ഞാൻ തരാം. മനുഷ്യൻ ഒരു വിധത്തില് ഈ പ്രതാപം നേടിയെടുക്കുവാൻ വേണ്ടി, സമ്പത്ത് നേടാൻ വേണ്ടി ഏത് രീതിയിൽ സാത്താനെ പോലും ആരാധിക്കുന്ന രീതിയിലേക്ക് കടന്നു വരുന്ന അനുഭവം. പക്ഷെ കർത്താവ് എന്താ പറയുക? കർത്താവ് പറയാണ്, എല്ലാം ദൈവം എനിക്ക് തന്നത്, ഇതെനിക്ക് സ്വന്തമാണ്, നീ തരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. സാത്താനല്ല, ദൈവമാണ് എല്ലാം തരുന്നത് എന്ന ആ ദൈവ പരിപാലനയുള്ള വലിയ ആശ്രയമാണ് കർത്താവ് രണ്ടാമത്തെ പരീക്ഷയെ ജയിക്കുവാൻ വേണ്ടി അവിടുന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ പരീക്ഷ വരുമ്പോഴേക്കും ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് നീ താഴേക്ക് ചാടുക. അപ്പം എന്നിട്ട് പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്? ഈ പരീക്ഷയെ അവതരിപ്പിക്കാൻ വേണ്ടി ദൈവവചനത്തെ തന്നെ ഉദ്ധരിക്കുക. ഇന്നത്തെ പ്രതിദിന സങ്കീർത്തനം 91-ാം സങ്കീർത്തനമാണ്. ദൈവം എങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു എന്ന കാര്യമാണ്. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് തന്റെ മാലഹമാരോട് കൽപ്പിക്കുക, അവർ നിന്നെ, അവരുടെ കരങ്ങൾ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് പറയുന്ന ആ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ചിലപ്പോഴുണ്ടല്ലോ ഈ ദൈവത്തിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട്, ഇപ്പം സാത്താൻ തന്റെ വചനം ഉദ്ധരിച്ച് കൊണ്ട് നുണ പറച്ചിലൊക്കെ പറഞ്ഞ് അതിലൂടെ കർത്താവിനെ വീഴ്ത്താൻ പറ്റാഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ വീഴ്ത്താനായിട്ട് ശ്രമിക്കും. ദൈവത്തിന്റെ വചനം ബൈബിളിന്റെ വചനമാണെങ്കിൽ പോലും അത് ആരുപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ, ബോധപ്പെടാനായിട്ട് സാധിക്കണം. കർത്താവ് ആ പരീക്ഷയിലും വീഴുന്നില്ല. കർത്താവ് എന്താ പറയുന്നത്? ഞാൻ ദൈവത്തെ പരീക്ഷിക്കത്തില്ല. നമുക്ക് ദൈവം തരുന്ന വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ സംരക്ഷിക്കും എന്നെല്ലാം പറയുമ്പോൾ അവിടെ നമ്മൾ കർത്താവിനെ പരീക്ഷിക്കാനല്ല, പിന്നെയോ കർത്താവിന്റെ സംരക്ഷണയിൽ ജീവിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ 3 പരീക്ഷകളെയും കർത്താവ് അതിജീവിക്കുമ്പോൾ താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തും. സാത്താൻ ആവശ്യപ്പെടുന്നത് നീ ദൈവപുത്രനാണെന്നൊന്ന് തെളിയിക്കുക. അപ്പം ഈശോ പറയുന്നു, എനിക്കൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല,
എനിക്കറിയാം എൻ്റെ പിതാവിനെ, ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കർത്താവ് ആ ബോധ്യത്തിലാണ് എല്ലാ പരീക്ഷകളെയും അതിജീവിച്ചതും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുന്ന് ജീവിച്ചത്. മരണത്തെ പോലും ജയിച്ച് ഉത്ഥിതനാകാൻ കർത്താവിന് സാധിച്ചത് പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിലുള്ള ആശ്രയത്തിലും താൻ ദൈവപുത്രനാണ് എന്നുള്ള ബോധ്യത്തിലും കൂടെയാണ്. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ ഈ ഈശോയുടെ 40 ദിവസത്തെ ഉപവാസം പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ 40 വർഷം മരുഭൂമിയിൽ കഴിഞ്ഞതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തും. അന്ന് അവരും വെള്ളത്തിലൂടെ കടന്ന് അവര് ചെങ്കടലിലൂടെ കടന്ന് മരുഭൂമിയിലേക്ക് കടന്നു വന്നു. അതുപോലെ ഈശോ ജ്ഞാനസ്നാനം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നപ്പോൾ അവർക്കും ഈ 3 പരീക്ഷകളുണ്ടായി. ആ പരീക്ഷകളിൽ അവര് തോറ്റു. അവരുടെ സ്ഥാനത്ത് കർത്താവ് തന്നെ നിർത്തി ആ പരീക്ഷകളെ ജയിച്ച് ഇസ്രായേൽ ജനത്തിന് പോലും രക്ഷ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോഴും അവിടെ പറയാണ് വചനം, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം പറയാം. ദൈവത്തിന്റെ വചനം നീ ഗ്രഹിക്കണം, അത് നിന്റെ ഹൃദയത്തിലുണ്ട്. ആ വചനം നീ ഏറ്റുപറയണം. വചനത്തിലൂടെ നീ ഈശോയെ വെളിപ്പെടുത്തണം. ഈശോ തന്ന രക്ഷയെ മറ്റുള്ളവർക്ക് വിളംബരം ചെയ്യണം എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധമായ നോയമ്പുകാലത്തിലേക്ക് കടന്നു വരാം. ശ്രദ്ധയോടെ കടന്നു വരാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാൻ, ആത്മാവിന്റെ ശക്തിയാൽ നിറയാൻ, ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ദൈവത്തിന്റെ വചനം നമ്മൾ കഴിയുന്നിടത്തോളം പറ്റുവാണെങ്കിൽ ഈ വിശുദ്ധമായ നോയമ്പ് കാലത്ത് ബൈബിൾ മുഴുവനൊന്ന് വായിച്ചു തീർക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേ. എന്നിട്ട് ആ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ വാഗ്ദാനവും നന്നായി ഗ്രഹിച്ച് ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഈശോയുടെ ജീവിതം മുഴുവനും അതായിരുന്നല്ലോ, ദൈവത്തിന്റെ വചനം നിറവേറ്റിയുള്ള ഒരു ജീവിതം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ ഈ നോയമ്പ് കാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ നമ്മളിലുള്ള തിന്മകളെല്ലാം കഴുകിപ്പോട്ടെ. നമുക്ക് കുളിക്കാം നന്നായിട്ട്. എല്ലാ വെള്ളത്തിലൂടെ കടന്നു പോകുന്ന അനുഭവത്തിൽ നമുക്കൊരു ശുദ്ധീകരണം വരുന്നുണ്ട്, അതേപോലെ ഒരു ഉന്മേഷവും വരുന്നുണ്ട്. നമ്മളിൽ നിന്ന് എന്താണ് തള്ളിക്കളയേണ്ടത്? നമ്മുടെ ആസക്തികളുണ്ട്, നമ്മുടെ പാപമുണ്ട്, നമ്മുടെ ക്രൂരതകളുണ്ട്, നമ്മളുടെ പിണക്കങ്ങളുണ്ട്. എല്ലാം ഒന്ന് വിട്ടുകളയാം നമുക്ക്. എന്നിട്ടോ നമുക്ക് പുൽകാം. ദൈവത്തിന്റെ സ്നേഹം ഉൾക്കൊള്ളാം, ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളാം, ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് പൂരിതരാകാം. അങ്ങനെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവകൃപയിലേക്ക് നമുക്ക് വളരാം. അങ്ങനെ നമുക്ക് ഈശോയുടെ മരണത്തിലൂടെ രക്ഷ പ്രാപിച്ച് അവിടുത്തെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് നിത്യമായ ജീവൻ, സമൃദ്ധമായ ജീവൻ അനുഭവിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.